നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കോഴിപ്പുറം വെണ്ണായൂർ AMLP സ്കൂളിൽ നിന്നും ഭക്ഷ്യവിഷവാത ലക്ഷണങ്ങളോടെ ചികിത്സ നേടിയ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. കുട്ടികളുടെ മലം പരിശോധിച്ചതിൽ നിന്നാണ് ഷിഗല്ലയാണ് സ്ഥിരീകരിച്ചതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. രേണുക പറഞ്ഞു. അതേസമയം സ്കൂളിൽ നിന്നും ലാബിലേക്ക് അയച്ച കുടിവെള്ളത്തിന്റെയും ബാക്കി വന്ന തൈര് ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെയും പരിശോധനാ ഫലം ലഭിച്ചാലേ രോഗം വരാനുണ്ടായ കാരണം വ്യക്തമാകൂവെന്നും മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. സ്കൂളിൽ നിന്ന് കഴിഞ്ഞ 21-ന് ഉച്ചഭക്ഷണം കഴിച്ച 288 കുട്ടികളിൽ ഇതുവരെയായി 128 പേർക്കാണ് അസ്വസ്ഥതകൾ ബാധിച്ചത്. കൂടാതെ ഭക്ഷണം കഴിച്ച 3 അധ്യാപികമാർക്കും രോഗികളുമായി സമ്പർക്കത്തിലേർപ്പെട്ട 16 പേരും ഉൾപ്പെടെ 147 പേർക്കും രോഗബാധയുണ്ടായി. മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ വിവിധ ആശുപത്രികളിലായി 44 വിദ്യാർത്ഥികളാണ് ചികിത്സയിലുള്ളത്. ബാക്കിയുള്ളവർ വീടുകളിൽ സുഖം പ്രാപിച്ചു വരുന്നതായും പള്ളിക്കൽ പഞ്ചായത്ത് മെഡിക്കൽ ഓഫീസർ S. സന്തോഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ TV. ഷീബ എന്നിവർ അറിയിച്ചു. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണ പദാർത്ഥത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിലെത്തുന്നത്. രോഗാരംഭത്തിൽ തന്നെ ചികിത്സ തേടിയില്ലെങ്കിൽ ഇത് അപകടങ്ങൾക്ക് കാരണമായേക്കാം. ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ഷിഗഡോക്സിൽ കുടലിനെയും മറ്റ് അവയവങ്ങളെയും ബാധിക്കുമെന്നും ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു.